ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പം കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഫുഡിൻ്റെ വേസ്റ്റും വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, അല്ലാതെ നമ്മുടെ വീക്ക്ലി ക്ലീനിങ്ങും കൂടി ചെറുതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം കാണിക്കുന്നുള്ളൂ. കുറച്ച് ഭാഗം കാണിച്ചാലും ഒത്തിരി ലോങ് ആയി പോകും. അപ്പോൾ അത് പാർട്ടായിട്ട് ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് റേറ്റൊന്നും ഇല്ലാത്തൊരു മൈക്രോ ഫൈബറിൻ്റെ തുണിയാണ്. ഒരുപാടില്ല, ഒരു 200 ബിലോ ഉള്ളൂ. ആ 200 ബിലോയിൽ നമുക്കൊരു 5 പീസ് കിട്ടും. അപ്പം അതിൽ നമുക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് നമുക്ക് വെള്ളത്തിൽ നനച്ചിട്ടും നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യം ഗ്ലാസ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആ കിച്ചൻ്റെ ഏരിയയിൽ വരുന്ന ഭിത്തിയും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വിച്ച് ബോർഡിൻ്റെ ഏരിയയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയാവുന്നതാണ്. നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂടുവെള്ളം ഒരു ഫ്ലാസ്കിലാക്കി വെക്കലുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഫ്ലാസ്കിലാക്കി വെക്കലുണ്ട്. പിന്നെ ചായ വെക്കുന്ന ഒരു ഫ്ലാസ്കും കൂടിയുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മളിവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കൂടി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു ഭിത്തിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീക്ക്ലി നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല ക്ലീനായിട്ട് ഉണ്ടാവും. നമുക്ക് മന്ത്ലി ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ടൈം വരുമ്പം പെട്ടെന്ന് തന്നെ പണികളൊക്കെ നമുക്ക് തീർക്കാവുന്നതാണ്. ഇങ്ങനെ വീക്ക്ലി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റവിൻ്റെ ഏരിയ ഒക്കെ വളരെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം കേട്ടോ. ഗ്യാസ് സ്റ്റവിൻ്റെ ഏരിയ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് ഡെയിലി ഞാൻ ചെയ്യാറുള്ളതാണ്. ഈ ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വല്ല പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബോറടി ഉണ്ടാവലില്ല. അപ്പോൾ ഞാനെപ്പോഴും പാട്ടൊക്കെ കേട്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കാനുള്ളൊരു എനർജി കിട്ടാറുണ്ട്. അല്ല നമ്മളിങ്ങനെ ഒരു സൗണ്ടൊന്നും കേൾക്കാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു മടുപ്പാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും. നമുക്കൊരു ക്ഷീണം ഉണ്ടാവുകയില്ല. പെട്ടെന്ന് തന്നെ ചെയ്ത് പണികളെല്ലാം വേഗം തന്നെ ചെയ്ത് തീർക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ഒരു കത്രിക തൂക്കിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ പുതിയ പാക്കറ്റിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു പീലറും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം കേട്ടോ. എന്നും വൈകുന്നേരം ഇങ്ങനെ ക്ലീനായിട്ട് കിച്ചൺ ക്ലീനായിട്ട് വെക്കുന്നുണ്ട്. പിന്നീട് വീക്ക്ലി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ബോട്ടിൽസൊക്കെ നമുക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. നമ്മൾ എപ്പോഴും എടുത്ത് അതിന് മേലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക് അങ്ങനെയൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ ഈ മൈക്രോ ഫൈബറിൻ്റെ തുണി തന്നെ വെച്ചിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ബോട്ടിലും എടുത്തിട്ട് നന്നായിട്ട് തന്നെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മേലെയുള്ള പൊടികളോ അഴുക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി കിട്ടും. ഡെയിലി യൂസ് ചെയ്യുന്ന മാത്രമേ ഞാനിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കലുള്ളൂ വീക്ക്ലിയിൽ. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും പാത്രങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് റീഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരാഴ്ചത്തേക്ക് വേണ്ടത് നമുക്ക് ആ ഒരു ബോട്ടിലിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച നമുക്ക് റീഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഓരോ ബോട്ടിലും മുഴുവൻ തീർന്നു കഴിയുമ്പോഴാണ് ഞാൻ ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നീട് റീഫില്ല് ചെയ്യാറുള്ളത്. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് തീരാൻ നിൽക്കാറില്ല. ഓരോ ബോട്ടിൽ തീരുമ്പോൾ തന്നെ ഞാനത് കഴുകി വൃത്തിയാക്കലാണ് പതിവ്. ഇതിങ്ങനെ വീക്കിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ക്ലീനിങ് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് കഴിയാൻ പറ്റും. പിന്നെ ആ ഡപ്പികളൊക്കെ വെച്ച ഏരിയ ഞാനൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ പൊടികളുണ്ടെങ്കിൽ മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പിന്നീട് തുടച്ച ഡപ്പികൾ നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഓരോ ഡപ്പികളും അടുക്കി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.